ഇപ്പോൾ ഈ ജെമിനിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ട് ഒരുപാട് മീൻസ് നമ്മളുടെ ഫേസ് വെച്ചിട്ട് നമുക്ക് പല ഡ്രസ്സിലും മോഡലിലൊക്കെ ആക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് സൈബർ ക്രൈംസും ആ സമയത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രൈവസി ഡാറ്റ ഒക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഡീമെറിറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യവുമല്ലല്ലോ. ഈ ഒരു എയ്ഡ് വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇത് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ആവുന്ന ഒരു കാര്യമല്ല. ഇതൊക്കെ എയ്ഡ് ഒരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇന്നോവേഷൻ. നെഗറ്റീവായിട്ട് അതിനകത്ത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. അതിനെ ട്രെയിൻ ചെയ്ത മോഡൽ നമുക്ക് ട്രെയിൻ ചെയ്ത് മാറ്റി റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എഐയുടെ ഒരു ഒരു ജെഫ്രി ഹിൻഡൻ പറഞ്ഞ പോലെ, എനിക്കൊന്ന് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ചോദിച്ചത് ജെഫ്രി ഹിൻഡൻ്റെ കാര്യം, നമ്മൾ ഇറ്റ് ഈസ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. എഐയുടെ ഒരു ചെറിയ പാർട്ട്, ഒരു ഡീപ്പ് ലേണിങ്ങിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. ദർ ആർ ലോട്ട് ഓഫ് അതർ ഏരിയാസ്. ഈ ചെറിയ ഏരിയയിൽ നമ്മൾ എങ്ങനെ ഡേറ്റ ഏതൊക്കെ രീതിയിൽ തെറ്റുകളോ റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾ വേറെ ഡേറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്യിച്ചാൽ മതി. പക്ഷേ അതൊരു ബേസ് മോഡലായിട്ട് അതിനും വേറെ ഡെവലപ്പ് ചെയ്ത് ഏജൻസായി, അജൻറ്റിക് ഏജൻസായി ആ ലെവലിലോട്ട് എ ഐ വന്നു കഴിഞ്ഞു. എ ഐ മോഡൽ ഒരു ബേസായി മാറി. അപ്പം LLM ഒരു ബേസ്, ഒരു സിസ്റ്റം. അതിൽ നിന്ന് ഏജൻസ് വന്നു, അജൻറ്റിക് ഏജൻസ് വന്നു, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വേറൊരു ഏരിയയിലോട്ട് അത് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഇറ്റ് വിൽ ചേഞ്ച് എവറിത്തിങ്. കാരണം തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റും. അത് പിന്നെ മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഈ ഓരോ കാര്യങ്ങളും കൊണ്ടും അത് തന്നെത്താനെ അത് റെക്ടിഫൈ ചെയ്ത് പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പഠിച്ചിട്ട് അത് ഇറ്റ് വിൽ ചേഞ്ച്, മാറിക്കൊണ്ടു വരും.